ഗവർണർമാരും അതുപോലെ പ്രസിഡൻറ്റും ഇന്ത്യ യൂണിയൻ പ്രസിഡൻറ്റും സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളോട് എങ്ങനെയാണ് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ കോൺക്രീറ്റ് ആയിട്ടുള്ള നിർദ്ദേശവും നിലപാടും സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ സംസ്ഥാന ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാമുള്ള ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള വിധിയായിട്ടാണ് സുപ്രീം കോടതി വിധിയെയും അതിൻ്റെ വ്യാഖ്യാനത്തെയും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിയമ സംഹിതയുടെ ചരിത്രത്തിലാദ്യമായി ഗവർണറോ പ്രസിഡൻറ്റോ ഒപ്പിടാതെ സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി അതിനെല്ലാം നിയമപരമായി ഭരണഘടനാപരമായിട്ട് കൃത്യതയോടുകൂടി സുപ്രീം കോടതി തന്നെ കൃത്യമായി നിയമനിർമ്മാണത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ്. ഇന്നേ വരെ ഗവർണറുടെയോ പ്രസിഡൻറ്റിൻ്റെയോ ഒപ്പില്ലാതെ ഒരു ബില്ല് നിയമമാകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. നിയമവാഴ്ച ഇന്ത്യയിലെ ഫാസിസ്റ്റ് പ്രവണതകൾക്കിടയിലും കോർപ്പറേറ്റ് ഹിന്ദുത്വവൽക്കരണ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഈ പശ്ചാത്തലത്തിലും നിയമവാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ഈ രാജ്യം മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെതിരായ ചില പ്രതികരണങ്ങൾ കേരളത്തിലെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. 2 ജഡ്ജിമാരെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും മതിയാവുമോ? 2 ജഡ്ജിമാർ പറയുന്നതാണോ ശരി എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണഘടനാപരമാവണം. ഗവർണറായാലും പ്രസിഡൻ്റായാലും പ്രധാനമന്ത്രിയായാലും ജുഡീഷ്യറിക്ക് അതിൻ്റെതായ ഇടപെടൽ നടത്താനുള്ള ശേഷിയുണ്ട് എന്നിപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. തെറ്റായ രീതിയിൽ കാവ്യവൽക്കരണത്തിൻ്റെ അജണ്ട വെച്ച് ഗവർണർമാരെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ള നിലപാടുകൾ നല്ലതുപോലെ തിരുത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സുപ്രീം കോടതിയുടെ നിലപാടിനെ അങ്ങേയറ്റം ശ്ലാഘിക്കുകയാണ്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. ആശ്വാസകരമെന്നല്ല ഞാൻ ആ പദവി ഉപയോഗിച്ചിട്ടില്ല. ആശ്വാസകരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി അങ്ങനെ കടന്നു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തെ ഏതെങ്കിലും ആളുകളുടെ ഇച്ഛക്കനുസരിച്ച് അതിനെ തടഞ്ഞു വെക്കാനോ വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോകാനോ ഭരണഘടനയിൽ ദിവസം പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മാസം പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താനോ ഉള്ള ശ്രമത്തെയാണ് സുപ്രീം കോടതി ഫലപ്രദമായിട്ട് ഇപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നേരിട്ടത്.